നമസ്കാരം. ഇന്നൊവേഷൻസ് എന്ന് പറയുന്നത് ഏതൊരു ലെവലിലെത്തി എന്ന് മനസ്സിലാക്കാനായിട്ട് 2023 ഓട്ടോ എക്സ്പോയിൽ കാണിച്ച ഒരു വാഹനമുണ്ട്. അത് യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു എന്ത് വാഹനമാണെന്ന് നമുക്ക് തോന്നും. ഏത് കാറ്റഗറിയിലാണ് ഇത് വരുന്നത് എന്ന് തോന്നും. ക്വാഡ്ര സൈക്കിൾ എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ പോലും ഈ ഒരു വാഹനം അന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് ഓട്ടോറിക്ഷയ്ക്ക് ഒരു കാറിൻ്റെ ബോഡി കിട്ടിയ പോലെ എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നമ്മളതിനെ കുറച്ച് കാണിക്കൊന്നും വേണ്ട. 2023 ഈ ഒരു വാഹനത്തെ കാണിച്ചപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടയറുകളൊക്കെ വളരെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ റൈഡിങ്, ഹാൻഡ്ലിങ്, സ്റ്റെബിലിറ്റി, സേഫ്റ്റിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2023 നിന്നും 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ വൈവ് മൊബിലിറ്റി എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ, അവർ മഹാരാഷ്ട്ര ബേസ്ഡ് ആണ്. അവരുടെ ഇവ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് അതിനൊരു ഇലക്ട്രിക് കാർ എന്ന് വിളിക്കാം. ആ ഒരു വാഹനത്തെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. പറയുന്നത് പോലെ കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ കമ്മ്യൂട്ടേഷന്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫാമിലി, അവർക്ക് അവരുടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കിലോമീറ്റേഴ്സിനുള്ളിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഹനം ഉപകാരപ്രദമാകും. ചാടിക്കയറി ആരും ബുക്ക് ചെയ്യരുത്. എന്താണ് ഈ വാഹനം, എന്താണ് ഈ ഒരു കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ കൊണ്ടുവരുമോ, എക്സ്പീരിയൻസ് സെൻ്ററൊക്കെ അവർ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലൊരു വാഹനം വന്നിട്ടുണ്ട്, അവർ ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്, നമ്മളോട് പ്രോമിസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്നാൽ പോലും ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒരു മികച്ച മുന്നേറ്റമായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിലൂടെ ഈ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ പാസ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കമ്പനിയെക്കുറിച്ചും ഈ ഒരു വാഹനത്തെക്കുറിച്ചുമൊക്കെ നല്ല രീതിക്ക് പഠിച്ചതിന് ശേഷം ഈ ഒരു വാഹനം 2026 വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ പ്ലാറ്റ്ഫോം പ്യുവർ സ്കേറ്റ്ബോർഡ് ആർക്കിടെക്ചറിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് വളരെ ചെറിയ വാഹനമാണെന്ന് തോന്നിയാലും നല്ല രീതിക്കുള്ള വീൽ ബേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 3060 മില്ലിമീറ്റർ മാത്രമാണ്. ഇനി അത് മാത്രമല്ല, വിഡ്ത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നാരോ ആയിട്ടുള്ളൊരു വാഹനമാണ്. 1150 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഹൈറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1590 മില്ലിമീറ്റർ മാത്രമാണ്. പിന്നെ വീൽ ബേസ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്കറിയാം, അതൊരു സ്കേറ്റ്ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ 2200 മില്ലിമീറ്റർ വീൽ ബേസ് ഈ ഒരു വാഹനത്തിനുണ്ട്. ഫ്രണ്ടിൽ ഒരു സീറ്റ് മാത്രമാണുള്ളത്. ബാക്കിലത്തെ സീറ്റിൽ 2 അഡൾട്ടിന് ഓക്കെ ആയിട്ട് ഇരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു വാഹനത്തിന് ശരിക്കും 3 ഡോർ വാഹനമാണ്. 3 ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ 2 ഡോറും ബാക്കിലെ ഡിക്കിയും ഉൾപ്പെടെയാണ്. ലെഫ്റ്റ് സൈഡിലെ ഡോറ് തുറന്നിട്ട് മാത്രമേ നമുക്ക് ബാക്കിലെ സീറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 3 വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ഇവ നോവ, ഇവ സ്റ്റെല്ല, ഇവ വേഗ. ഇതിനകത്ത് നോവ, സ്റ്റെല്ല, വേഗ എന്ന് പറയുന്ന ഈ 3 വേരിയൻറ്റിൽ നോവയും സ്റ്റെല്ലയും വേഗയും, അതാണ് ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ നോവ എന്ന് പറയുന്നത് ബേസ് ആണ്, സ്റ്റെല്ല എന്ന് പറയുന്നത് ഒരു മിഡ് വേരിയൻ്റ് ആണ്, വീഗ എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ്. എല്ലാം പിൻ വീൽ ഡ്രൈവുകളാണ്, അതായത് RWD റിയൽ വീൽ ഡ്രൈവ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും വലിയ സ്പീഡൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 70 കിലോമീറ്ററാണ്. ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും 40 Nm ടോർക്ക് മാത്രമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിക്കുള്ള ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചറുകളുള്ള ഒരു ഓട്ടോറിക്ഷയ്ക്ക് പാരലറായിട്ട് വരുന്ന മറ്റൊരു ഇലക്ട്രിക് കാർ എന്ന് നമുക്ക് പറയാം. ഇവർ അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ റൂഫിൽ സോളാർ വരെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 0 to 40 കിലോമീറ്റർ വരെ എത്താനായിട്ട് 5 സെക്കൻഡാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനൊരു കാറുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം 0 to 40 ആണ്. 0 to 40 കിലോമീറ്റർ എത്താൻ വെറും 5 സെക്കൻഡ് മാത്രം മതി. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നോവ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിൽ 9 kWh ബാറ്ററിയാണ്. അതിൻ്റെ മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള സ്റ്റെല്ലിലേക്ക് പോകുമ്പോഴത്തേക്കും 12.4 kWh ഒരു ബാറ്ററി പാക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേഗയിലേക്ക് പോകുമ്പോഴത്തേക്കും 18 kWh ബാറ്ററി പാക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നോവയിലേക്ക് എത്ര കിലോമീറ്റർ കിട്ടും എന്ന് നോക്കാം. നോവയിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 125 കിലോമീറ്ററാണ്. ഈ 125 എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യുന്നതല്ല, റിയൽ ആയിട്ട് നിങ്ങൾക്ക് 125 കിലോമീറ്റർ കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള സ്റ്റെല്ല എന്ന് പറയുന്ന വേരിയൻറ്റ് 12.4 kWh ബാറ്ററി പാക്കാണ്. അവിടെ 175 കിലോമീറ്റർ നിങ്ങൾക്ക് റിയൽ ആയിട്ട് കിട്ടും, അതാണ് കമ്പനി പറയുന്നത്. ഇനി ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള 18 kWh ബാറ്ററി പാക്കിൻ്റെ
റേഞ്ച് എന്ന് പറയുന്നത് 250 കിലോമീറ്ററാണ്. വുഡ് യു ബിലീവ് 250 കിലോമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ശരിക്കും 2026 വരുമ്പോൾ ഇവർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. DC ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആണ്. അത് ടോപ്പ് എൻഡിൽ മാത്രമാണ്. നമ്മൾ 0 to 80% ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 50 മിനിറ്റ് മാത്രമാണ് എന്നാണ് കമ്പനി പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള 15 ആമ്പിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സോക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും ഇത് ഫുൾ ചാർജായിട്ട് വരാനായിട്ട്. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ട് നല്ല രീതിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, അതിനകത്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന എയർ ബാഗിൻ്റെ അഭാവം. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വേരിയൻറ്റിലും എയർ ബാഗ് കൊടുക്കേണ്ടതാണ്, പക്ഷേ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇനി സോളാർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമ്പനി കണക്ട് ചെയ്ത് തരും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഒരു സൺറൂഫ് ആയിട്ട് മാത്രം നിലനിൽക്കും. 12 ഇഞ്ചിൻ്റെ വീലുകളാണ് വരുന്നത്. സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 3000 കിലോമീറ്ററിന് മുകളിൽ ഓടാൻ കഴിയും എന്നുള്ള രീതിക്കാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിയും, അതുമാത്രമല്ല ബാറ്ററിയുടെ വാറണ്ടിയും, വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വാറണ്ടിയും, വില, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി വേറൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ. MG കൊണ്ടുവന്ന ബാറ്ററി ആസ് എ സർവീസ് ബാസ് അത് ഇവിടെയുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററി റെൻറ്റിനെടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ വില കുറയും. വിലയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള നോവയിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 3,99,000 രൂപയാണ്. കാണുമ്പോൾ 3,99,000 എന്ന് തോന്നുമ്പോൾ നമുക്ക് ശരിക്കും ഒരു 3 ലക്ഷം രൂപ എന്നുള്ളൊരു പ്രതീതി വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിമ്മിക്കാണ്. 4 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിന്. ഇനി അതിന് മുകളിലുള്ള വാഹനം 4,99,000, അതായത് സ്റ്റെല്ല എന്ന് പറയുന്ന വേരിയൻറ്റ് 5 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മോഡലുള്ള ഏറ്റവും ടോപ്പ് ആൻഡ് ആയിട്ടുള്ള വീഗയ്ക്ക് 6 ലക്ഷമാണ്. ഇവർ പറയുന്നത് 5,99,000 രൂപയാണ്. ഇനി നിങ്ങൾ ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് വേരിയൻറ്റിന്, അതായത് നോവ എന്ന് പറയുന്ന വേരിയൻറ്റിന് 3,4 ലക്ഷം രൂപ, അതിന് മുകളിലുള്ള സ്റ്റെല്ല എന്ന് പറയുന്ന വേരിയൻറ്റിന് 4 ലക്ഷം രൂപ, ഏറ്റവും ടോപ്പ് ആൻഡ് ആയിട്ടുള്ള വേരിയൻറ്റിന് 4.5 ലക്ഷം രൂപയാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം ജോയിൻ ചെയ്ത് ആ ഒരു രീതിക്ക് ഒരു ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ, ഹിൽ ഹോൾഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലുണ്ട്. അതായത് ഈ ഒരു വാഹനത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടിയാലും ഓടിയില്ലെങ്കിലും ഈ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള നോവയിൽ 600 കിലോമീറ്റർ നിങ്ങൾ ഓടണം. 1 കിലോമീറ്റർ ഓടാനായിട്ട് 2 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. എക്സ്ട്രാ കിലോമീറ്ററിനൊക്കെ ഈ 2 രൂപ വെച്ച് വരും. ഇനി സ്റ്റെല്ലയിലേക്ക് വരുമ്പോഴത്തേക്കും 800 കിലോമീറ്ററാണ്. വീഗയിലേക്ക് വരുമ്പോഴത്തേക്കും 1,200 കിലോമീറ്ററാണ്. ഇനി വാറണ്ടിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി നിർത്തി കഴിഞ്ഞാൽ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം. അതാണ് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള നോവ, പിന്നെ അതിൻ്റെ മുകളിലുള്ള സ്റ്റെല്ല. ഈ 2 വേരിയൻറ്റിനും അങ്ങനെയാണ് അവർ വാറണ്ടി കൊടുക്കുന്നത്. ഇനി ബാറ്ററിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പ് എൻഡ് ആയിട്ടുള്ള വീഗയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷമാണ് വാറണ്ടി. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1,20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം. ഇതാണ് അവർ വാറണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാം. വാഹനത്തിന് മാത്രമാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം. ഇനി ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ല ഫീച്ചറുള്ള വാഹനം 2026 ഈ ഒരു വാഹനം വരുന്നത്. 2026 ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ റിയലി വാല്യൂ ഫോർ മണിയാണ്. അതുമാത്രമല്ല ഇപ്പോൾ അവരുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് 5,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ചാടിക്കയറി ആരും ബുക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട. വാഹനം എന്താണ്, കമ്പനി എന്താണ് എന്നുള്ള രീതിക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നമുക്കൊരു തീരുമാനം എടുക്കാം. തീർച്ചയായിട്ടും നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം.